ഇന്നിപ്പോൾ നമ്മൾ ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ചൂടായി തുടങ്ങണം. ഇനി നമുക്ക് സേമിയ ഇടാം. സേമിയ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് പായസമേ വേണ്ടൂ. അപ്പോൾ അത് 2 തവണയായിട്ടാണ് നമ്മൾ സേമിയ വറക്കുന്നത്. എന്താ വെച്ചാൽ ഒന്ന് നല്ലോണം മൂത്തിട്ട് വേണം. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾക്ക് മൂപ്പ് കുറച്ച് പായസത്തിനൊരു കൊഴുപ്പ് അടയും നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കട്ടെ. കുറച്ച് സേമിയ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കൊഴുപ്പിന് വേണ്ടിയിട്ട് മൂപ്പ് കുറച്ചിട്ട് എടുക്കാൻ. നമ്മൾ അടയും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. 10 കോരി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതാ, പിന്നെ ഒന്നതാ അവിടെ മൂപ്പ് കുറച്ചിട്ട് ഒന്നവിടെ. ഇതാ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിരിക്കണം. പാലൊന്ന് തിളക്കട്ടെ. ഇടണം. പാലൊക്കെ നന്നായി തിളച്ച് ഇതായിട്ടുണ്ട്. അപ്പം ഇനി സേമിയ ഇടണം കേട്ടോ. നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കുക കേട്ടോ. എന്നാൽ അതിന് ഒരു പ്രത്യേക സ്വാദാണ്. ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെയാണ് ചെയ്യാറ്. പായസം നന്നാവും മിൽക്ക് മേഡ് ഒഴിച്ച് പായസം ഉണ്ടാക്കിയാൽ. നിൽക്കണം അമ്മ. പായസം എന്താ ആയി തുടങ്ങുകയാണ്. അമ്മ കുറേ ഇപ്പോൾ വന്നിട്ട് ഇപ്പം മോള് ഇവിടെ ഉണ്ടേ. അപ്പം എന്തെങ്കിലും ചെയ്യാതിരിക്കട്ടാ. സാരം കുറച്ച് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ വറുത്തിട്ടിടാം. ഇട്ടു, മുന്തിരി ഇട്ടു. കേട്ടോ. ഇനി ഇതാ പായസം, നമ്മുടെ പായസം റെഡിയായി. ഇന്ന് എൻ്റെ മഞ്ജുവിൻ്റെ പിറന്നാളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പായസം ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ മോളായിട്ട് ആസ്പത്രിക്ക് പോയിക്കായിരുന്നേ, മകളെ ഇട്ട്. അപ്പോൾ അത് പോയി വന്ന് വരുമ്പോഴേക്കും അവൾ കുറേയൊക്കെ ചെയ്തിരുന്നു. ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ വന്നിട്ടാണ് പായസം ഉണ്ടാക്കിയത്. അവൾക്കൊരു സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഇൻഫെക്ഷനായിട്ട് മൂത്രത്തിൽ. ഇത് വന്നിട്ടാണ് ഞങ്ങളിതിൽ നോക്കിയത്. അപ്പോഴേക്കും മഞ്ജു ചോറും എല്ലാ സാധനങ്ങളും ആക്കിയിരുന്നു. അവിടെ ചെറിയൊരു പിറന്നാൾ എൻ്റെ മഞ്ജുവിൻ്റെ.